നമുക്ക് ഈ സിസ്റ്റം തന്നെ ഒരുപാട് നേരം ഓഫായി കിടന്നാലോ അല്ലെങ്കിൽ കറണ്ട് ഇല്ലാതെ ഒരു 4-5 മണിക്കൂർ കിടന്നാൽ പോലും നമുക്ക് ഈ സിസ്റ്റത്തിൽ ഒരു ഡാമേജും വരുന്നില്ല. കാരണം ചെടികൾ ഒരിക്കലും വേരുണങ്ങി പോകുമ്പോഴാണല്ലോ ചെടികൾ വാടി പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് NFT. ഇലച്ചെടികൾക്ക് വേണ്ടി മാത്രമാണ്. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി പോലത്തുള്ള ക്യാപ്സിക്കം പോലത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ വളർത്തണമെങ്കിൽ നമുക്ക് ഡച്ച് ബക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ട്രഫ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. ഇത് സ്വിസ് ചാർഡ് ആണ്. ഇതൊരു പാലക്കിൻ്റെ ഒരു വെറൈറ്റി ഓഫ് പാലക്ക് പോലത്തെ അല്ലെങ്കിൽ സ്പിനച്ച് പോലത്തെ ഒരു ലീഫാണ് ഈ മഞ്ഞയും ചുവപ്പും വരുന്ന ഈ ഇല. ഒരു സ്വിസ് ചാർഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മൾ കുറച്ച് ഐസ്ബർഗ് ലെറ്റ്യൂസ് വളർത്തി നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് അമേരിക്കൻ കെയിലാണ്. ഇപ്പം കെയിൽ പലതരം കെയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കേളി കെയിലുണ്ട്, അമേരിക്കൻ കെയിലുണ്ട്. ഇതാണ് അമേരിക്കൻ കെയിൽ. കൂടുതലായിട്ട് മാർക്കറ്റിലോട്ട് നമുക്ക് അധികം ലഭ്യമല്ലാത്തൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കൺസ്യൂം ചെയ്യാനും കുറച്ചുകൂടെ ക്വാളിറ്റിയും ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സും കൂടുതലായതുകൊണ്ടാണ് അമേരിക്കൻ കെയിൽ യൂസ് ചെയ്യുന്നത്. ഡൈനോസർ കെയിൽ എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ വളർത്തിയിരിക്കുന്ന ഇത് പോക്ചോയ് എന്ന് പറയും. പോക്ചോയ് ഒരു ക്യാബേജ്